എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ അവിലീസുപൊടിയാണ്. എല്ലാവർക്കും അവിലീസുപൊടി ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. മിക്സിങ്ങിലാണ് നമുക്ക് ടേസ്റ്റ് കൂടുതലും വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അതിന് ഞാൻ വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനത് മിക്സ് ചെയ്യുന്നത് കാണിക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പിന്നീട് കാണിക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 4 കോക്കനട്ട് ഞാൻ ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വട്ടത്തിൽ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്നത് ഇങ്ങനെ 2 കൈയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വട്ടത്തിൽ. അപ്പോൾ ഇത് അവിലീസുപൊടിക്കുള്ള മാവെന്ന് പറയുന്നത് ഞാൻ 2 കിലോ മാവാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യണമെങ്കിൽ ഇത് ഹാഫായിട്ട് എടുത്തെങ്കിലേ പറ്റുള്ളൂ. അത് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഉരുളിയിലിട്ട് വറക്കുന്നത്. അപ്പോൾ ഇത് ഒരു ട്രിപ്പ് ഞാൻ ശരിക്കും മിക്സ് ചെയ്ത് കാണിച്ചാൽ ബാക്കി ഞാൻ പിന്നീട് മിക്സ് ചെയ്തോളാം. അപ്പം അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ 2 കിലോയുടെ വറക്കുന്നുണ്ട്. അതിനി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഹാഫ് എടുത്തിട്ടുണ്ട്. അത് ഇരിക്കുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ മാവും ഇതെല്ലാം കൂടെ നമ്മുടെ ഈ കൈയുടെ ഇവിടെ ഉണ്ടല്ലോ, ഈ എൻഡ് ഭാഗത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ തേക്കണം. അതങ്ങനെ തേക്കണത് എന്തിനാന്ന് വെച്ചിരുന്നാൽ ഈ തേങ്ങാപ്പാൽ കൊണ്ടും ഈ ഉള്ളിയുടെ പിന്നെ നീരുണ്ടല്ലോ അതും എല്ലാം കൂടെ ഈ മാവിലേക്ക് മിക്സ് ആവണം. നമ്മൾ ചുമ്മാ ഇങ്ങനെയിട്ട് വറുത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ്, നമ്മുടെ ഈ മാവിന് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ തേങ്ങാപ്പാൽ ഈ മാവിലേക്ക് പിടിക്കണം. അത് നല്ലതുപോലെ തേച്ച് തന്നെ ഇങ്ങനെ തേക്കണം. ഉള്ളിയും തേങ്ങയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. എങ്കിലേ ഈ മാവിന് ടേസ്റ്റ് ഉള്ളത്. ഇത് നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാൻ പറ്റും. ഞാൻ 1 കിലോ പച്ചരിക്ക് ഞാൻ 2 തേങ്ങ വെച്ചാണ് എടുക്കുന്നത്. അത് ഈ 2 ഭാഗം കൊണ്ട് വേണം നമ്മളിങ്ങനെ തേച്ച് തേങ്ങാപ്പാൽ നന്നായിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ലയിക്കണം. അപ്പം ഇത് മൊത്തം ഇതെല്ലാം കൂടെ ഞാൻ ശരിക്കും ഇത് എല്ലാം കൂടെ നല്ലപോലെ തേച്ച് ഇതിലേക്ക് ലയിപ്പിച്ചിട്ട് വരാം. ഓക്കെ, ഇനി അവിലീസുപൊടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 3/4 ബൗള് എള്ള് കരി ഉണക്കി വെച്ചിട്ടുണ്ട്, 2 പിടി ഏലക്ക, 3 പിടി ജീരകം, ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്. ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ബാക്കി സാധനങ്ങൾ പിന്നീട് കാണാം. ഓക്കെ, തിരിച്ചു വരാം. അപ്പം നമ്മുടെ മാവെല്ലാം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ മാവ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുൻപായിട്ട്. അപ്പം നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇത് മാവ് ഇതെല്ലാം കൂടെയാണ്. ഇപ്പം 2 കിലോയുടെ മാവും 4 തേങ്ങയും കൂടെയാണ് ഞാൻ ഇതിനകത്ത് ഉപ്പിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ പറയാനാണ്. അപ്പം സാൾട്ട് ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അപ്പം അതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കോക്കനട്ട് ഞാൻ നല്ലതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചായിരുന്നു. നമ്മൾ എത്രയായാലും നമ്മൾ ട്രിം ചെയ്തെടുക്കുമ്പോഴത്തെ വലുത് കാണും, ചെറുത് കാണും, അങ്ങനെ പല ടൈപ്പിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ആദ്യം ഞാനത് നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ലയിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നമ്മളിങ്ങനെ തേങ്ങയും പൊടിയും കൂടെ നന്നായിട്ട് തേക്കണം. തേച്ച് ആ തേങ്ങാപ്പാൽ ഈ പൊടിയിലേക്ക് നന്നായിട്ട് ലയിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്നുകൂടെ പൊടിച്ചെടുക്കും. അപ്പം ഈ ഉള്ളിയൊക്കെ നമ്മുടെ കയ്യിലിട്ട് ഇങ്ങനെ തേച്ചാലൊന്നും ഉള്ളി ഇതിനകത്തേക്ക് മിക്സ് ആവത്തില്ല. അതിൻ്റെ നീര് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ളിയുടെ ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ ചെറുതായിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ പൊടിച്ച് ഇതിലേക്ക് ലയിക്കണം എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കണം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ വിചാരിക്കും ഇത് മിക്സിയിലിട്ട് ആദ്യമേ അങ്ങ് ചെയ്താൽ പോലെ. അപ്പോൾ തേങ്ങാപ്പാലില്ല ഇതിലേക്ക് മാവിലേക്ക് വരില്ല. അതിങ്ങനെ എന്താ പറയുക പൊടിഞ്ഞ് കിട്ടത്തതേ ഉള്ളൂ. തേങ്ങാപ്പാൽ ലയിക്കാൻ വേണ്ടിയാണ് ഈ കൈയുടെ ഇതിൽ വെച്ച് നമ്മളിങ്ങനെ ലയിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക്
ഇത് പൊടിച്ച് ഞാൻ തിരിച്ച് വരാം. എന്നിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് കാണാം. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം തിരിച്ച് വരാം. അങ്ങനെ നമ്മുടെ അവിലീസ് പൊടിക്കുള്ള മാവ് ഞാൻ ഉരുളിയിലിട്ടു. അങ്ങനെ വറുത്ത് വരട്ടെ. ഇത് 2 ട്രിപ്പല്ല 3 ട്രിപ്പിലേക്ക് വരും. കാര്യം കോക്കനൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും 3 ട്രിപ്പാകും. അത്രയും സാധനം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെറു തീയിലാണ് ആദ്യം ഇടുന്നത്. കാര്യം പിന്നെ അല്ലെങ്കിൽ അടിയിൽ പിടിക്കത്തില്ലേ. ഓക്കെ, അപ്പം പകുതി മുക്കാൽ വറയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഇട്ടിരുന്ന മാവ് ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിലാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരെ ചെറിയ കട്ടകളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ ഹോളുള്ളത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈഡിലൊരു ചെറിയ ഇതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ കട്ടയുള്ള നമുക്ക് ഇങ്ങനെ തേച്ച് അത് ഉടയ്ക്കാൻ പറ്റും. ഉടച്ചുടച്ച് വേണം നമ്മൾ വറക്കേണ്ടത്. ചെറു തീയിൽ വേണം, അല്ല അടിയിൽ ഇനി പിടിക്കില്ല. എന്നാലും നമ്മളിങ്ങനെ കട്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അടി പിടിക്കരുത്. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെ ഇതുപോലെ ഞാനിങ്ങനെ തേച്ച് വറുത്ത് വരാം. അങ്ങനെ 3 ട്രിപ്പും വറുത്തതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. പകുതി ആകുമ്പോഴത്തേക്ക് വരാം. ഓക്കെ, അപ്പോൾ അവിലീസ് പൊടിക്കുള്ള എള്ളും കറിവേപ്പിലയെല്ലാം നെയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ മൂക്കുകയാണേ. ഇത് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയാണേ. പൊടി മൂപ്പായി കിടക്കുന്നു. അപ്പോഴത്തേക്ക് ഇതൊന്ന് മൂപ്പിച്ച് എണ്ണയ്ക്കകത്തൊന്ന് താളിച്ച് നല്ലതുപോലെ ഒന്നാവട്ടെ. അവിലീസ് പൊടി ഇതാ ഇവിടം വരെയായി. ഇനി കുറച്ചും കൂടെ ഒന്ന് മൂക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരാം. അങ്ങനെ ഞാൻ അവിലീസ് പൊടി എല്ലാം നല്ലതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ട്രിപ്പ് വേണ്ട ഉരുളിയിലിരിക്കുന്നു. ഇനി നെയ്യെല്ലാം കൂടെ ഒഴിക്കാൻ പോവാണ്. നെയ്യ്, ഷുഗർ വേണ്ട ഇത്രയും ഒരു വലിയ ബൗളിനകത്ത് അത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്ക, ജീരകം എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറേശ്ശെ ഞാൻ ഒഴിക്കട്ടെ. എല്ലാം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരട്ടെ. കുറേശ്ശെ ഇതെല്ലാം കൂടെ ഇതും കൂടെ മിക്സ് ചെയ്ത് എല്ലാം എടുത്ത് വരട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ അവിലീസ് പൊടി ഓക്കെ ആയിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ അവിലീസ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാനുണ്ട്. അവിലീസ് പൊടി എന്ന് പറയുന്നത് വെളുത്തിരുന്നാൽ മൂക്കത്തില്ല. ഇതുപോലെ ഒരു മെറൂൺ കളർ ആകുമ്പോഴേ കറക്റ്റായിട്ട് മൂക്കുകയുള്ളൂ, വായിൽ ഒട്ടാതിരിക്കത്തുള്ളൂ. അല്ലാതെ ഒരു പകുതി ഒരു പിങ്ക് കളറൊക്കെ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിലീസ് പൊടി വായിലിട്ട നാവിലും വായിലും എല്ലാം പറ്റി പിടിച്ചിരിക്കും. അത് ശരിക്കും മൂത്തിട്ടില്ല. ഇങ്ങനെ ഒരു കളർ വരുമ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ അതായത് ഉരുളിക്കകത്തിടുമ്പോൾ നമ്മളിങ്ങനെ വറക്കുമ്പോഴത്തേക്ക് മണി കിലുങ്ങുന്ന പോലെ കിലുങ്ങുകയും ചെയ്യുക. ഇതിങ്ങനെ ഞെരടുമ്പോഴത്തേക്ക് ഞെരടാൻ കയ്യിലും പറ്റത്തില്ല. മറ്റേ നമ്മളെല്ലാം അവിലീസ് പൊടി മൂത്തില്ലെങ്കിൽ നമ്മുടെ വായിലോട്ട് ഇടുമ്പോഴത്തേക്ക് വെള്ളം വേണം, അവിടെ ഇവിടെ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. നല്ലതുപോലെ മൂത്ത അവിലീസ് പൊടിയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ നാവിൽ എങ്ങും ഒട്ടിപ്പിടിക്കത്തില്ല. അത് നല്ല മലര് പോലിരിക്കും, പുരാന്നിരിക്കും. ആ രീതിയിൽ വേണം വറുത്തെടുക്കേണ്ടത്. ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ മാവ് കുഴയ്ക്കുന്നതിൻ്റെ ഒരു മിക്സിംഗ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഇത് ഇത്രയും ഉണ്ട്, ഇതിനകത്തും ഉണ്ട് അവിലീസ് പൊടി. ഞാൻ ഇതിലോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കണം. ഇതിനകത്ത് ആവശ്യത്തിന് എള്ളുമുണ്ട്, എല്ലാം ഉണ്ട്. ഏറെ നെയ്യും ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങെടുത്ത് വെളിയിൽ കളയണം. കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇട്ടേക്കണ്ട, വറുത്ത് നല്ലപോലെ മൂത്തിരിക്കുന്നതല്ല. അപ്പോൾ അതങ്ങ് പെറുക്കിയും കളഞ്ഞ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു മണത്തിനും വേണ്ടിയാണ് ഞാൻ എടുത്ത് ഇതിനകത്ത് ഇട്ടിരുന്നത്. എന്നിട്ട് വറുത്തെല്ലാം കഴിയുമ്പോൾ അങ്ങെടുത്ത് കളഞ്ഞ് വെച്ചാൽ മതി. എന്നിട്ട് ഇനി ഒരു ബോട്ടിനകത്ത് ഇട്ട് വെച്ചേക്ക് എത്ര കാലം വേണേലും ഇതിരിക്കുകയും ചെയ്യും. മറ്റേ നമ്മൾ ഒരുപാട് മൂത്തില്ലെങ്കിൽ അവിലീസ് പൊടി വായിലിടുമ്പോഴത്തേക്ക് പിന്നെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഈ കളറ് വരുമ്പോഴേ എടുക്കാവുള്ളൂ. എങ്കിലേ വായിൽ ഒട്ടാതെ നമുക്ക് അവിലീസ് പൊടി ടേസ്റ്റായിട്ട് കഴിക്കാനുള്ള ഏറെ നെയ്യും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാനത് വലിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന. ഇനി ഞാൻ പുതിയൊരു ഐറ്റവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.